ഹേ ടീം, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എയർ ഡ്രോപ്പ് ഒരു ഡി സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻ്റർനെറ്റ് സ്പീഡ് റിവാർഡ് സിസ്റ്റത്തിൻ്റെ ഒരു എയർ ഡ്രോപ്പാണ്. അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ഇൻ്റർനെറ്റ് സ്പീഡ് നമ്മുടെ മാപ്പും റെഫറും ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് റിവാർഡ് തരുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. എന്നാലും അവരുടെ അത് ബ്ലോക്ക് ചെയിൻ സിസ്റ്റം, ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്കത് ആ റിവാർഡ് അവർ തരുന്നതെന്നാണ് പറയുന്നത്. ബട്ട് ഇതിൻ്റെ ഒരു യൂസ് കേസ് എനിക്ക് പ്രോപ്പർലി കണക്റ്റ് ആയില്ല. എന്നപ്പോൾ റിവാർഡ് നമുക്ക് കിട്ടുന്ന ഒരു എയർ ഡ്രോപ്പ് ട്രൈ ചെയ്യാനൊരു ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഡി സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഡി സ്പീഡ് ഈസ് എ വേൾഡ്സ് മോസ്റ്റ് ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ഫോർ ഇൻ്റർനെറ്റ് സ്പീഡ് വെരിഫിക്കേഷൻ. നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് വെരിഫൈ ചെയ്യില്ലേ, അതിനുള്ള ഒരു വെരിഫിക്കേഷൻ ഈ ഡി സ്പീഡ് യൂസ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇത് വാലിഡേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളത് കംപ്ലീറ്റ്ലി ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇവർക്ക് ഇതിനകത്തു നിന്നുള്ള ബെനിഫിറ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡേറ്റാസ്, നമ്മുടെ ഇൻ്റർനെറ്റ് ആ ഡേറ്റ ഇവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൊണ്ട് ഇവർക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഈ ബിസിനസ് മോഡൽ റൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ നമുക്ക് റിവാർഡ് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എയർ ഡ്രോപ്പാണ് ഇപ്പോൾ ലൈവായിട്ടുള്ളത്. ഇവരുടെ എക്സ് പേജിനകത്ത് ഇപ്പോൾ 37K ഫോളോവേഴ്സ് ഉള്ളൂ ഇപ്പോൾ കറൻ്റ്ലി. പതിയെ കയറി വരുന്ന ഒരു പ്രൊജക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ എയർ ഡ്രോപ്പിൽ നമുക്ക് എലിജിബിൾ ആവാനായിട്ടുള്ള ചാൻസസ് കൂട്ടാനായിട്ട് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ഏണിംഗ് ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്കല്ല പോവാം, നിങ്ങൾ ലോഗിൻ ചെയ്യണം. ഞാനിപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ ടോട്ടൽ ഈ ഇൻ്റർഫേസ് ഇങ്ങനെ ആയതാണ്. നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഞാനിപ്പോൾ കോപ്പി ലിങ്ക്, എൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളിത് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇവിടെ ആഡ് ടു ക്രോം കൊടുത്താൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ കിടപ്പുണ്ട്, ഡി സ്പീഡ് വാലിഡേറ്ററിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ ഇത് വാലിഡേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഇപ്പോൾ കറൻ്റ്ലി 90 MB/s സ്പീഡ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്ലോഡ് സ്പീഡും ഡൗൺലോഡ് സ്പീഡും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാലിഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ നമുക്ക് റിവാർഡ്സ് തരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഏണിങ്സ് 300 ഏണിങ്സ് ആണ്. അപ്പോൾ പിന്നെ ഡെയിലി ക്ലെയിം നമുക്കിവിടെ വരും. അപ്പോൾ നമുക്കിതിവിടെ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ ബാലൻസ് ഈ വ്യൂ ഓൾ കോസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയാസൊക്കെ കിട്ടും. അതിൻ്റെ ഒരു ഏണിംഗ് സൈക്കിള്, ആ ഒരു മൈൽ സ്റ്റോൺസ് എല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ ബേസിക് ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി സാധാരണ ഈ ഡീപ്പ് ലൈക്ക് ഇൻ്റർനെറ്റ് നോഡ് ഷെയർ ചെയ്യുന്ന ടൈപ്പ് ഒരു എയർ ഡ്രോപ്പായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കംപ്ലീറ്റ്ലി ഒരു എയർ ഡ്രോപ്പ് അല്ല, നമ്മൾ ഏൺ ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ഡെയിലി ഏണിങ്സ് എല്ലാം ചെയ്ത് അങ്ങനെ വേണം ചെയ്യാൻ, ക്ലെയിം ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. സോ ഇതാണ് ഒരു ബേസിക് ഐഡിയ. ഈ ഡി സ്പീഡിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ ഒരു ഇൻ്റർനെറ്റ് വാലിഡേറ്റർ കൈൻഡ് ഓഫ് ടോക്കൺസ് നമുക്ക് റിവാർഡായിട്ട് തരുന്നതാണ്. പ്രോപ്പർലി എയർ ഡ്രോപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, റിവാർഡ് സിസ്റ്റമാണ് ഇത് ആക്ച്വലി. സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. ഞാൻ എൻ്റെ ലിങ്ക്സും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പിന്നെ അടുത്തൊരു എപ്പിസോഡിൽ കാണാം.